2026 ജൂലൈ 18 രാവിലെ നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? EP രാജഗോപാൽ. ഓടക്കുഴൽ പുരസ്കാരം 2025 EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പിസ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. തൃശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. 16ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന പാത ഷാഹി പാത. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന പാത ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ദിഗ്ബോയ്. പഞ്ച് പ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. പഞ്ച് പ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ധാൻവാർ ശിലകൾ. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകൾ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം? ലംബ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? രാഗാസ്. ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസ്. മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മിസോറാം. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? സൻഗാർഡൻ പാത. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? സൻഗാർഡൻ പാത. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമേത്? വൂളാർ. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത്? വൂളാർ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? അമാൻ സേതു. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു. ബോംബെ പ്ലാനുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ? 1, 3. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരെയായിരുന്നു എന്നത് തെറ്റാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു എന്നതും തെറ്റാണ്. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന് ആവശ്യമുന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി. ആസഫ് അലി, തേജ് ബഹദൂർ സപ്രു, നെഹ്റു എന്നിവർ സംരക്ഷണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി? C. രാജഗോപാലാചാരി. കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി? C. രാജഗോപാലാചാരി. ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? 1, 2 എന്നിവ തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ടില്ല. റിസർവ് ബാങ്ക് ഗവർണറുമായിട്ടില്ല. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകനാണ്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്? അരുണ ആസഫ് അലി. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായ്. വാർത്താവിനിമയ വകുപ്പ് മന്ത്രി റാഫി മുഹമ്മദ് കിദ്വായ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം? വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഭരണഘടനയുടെ ഭാഗം 4 ൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ. ഓപ്ഷൻ ബി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവ. ചൂഷണത്തിൽ നിന്നും മോചനം നേടുവാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിച്ചെടുക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. ശരിയാണ്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാക്കുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു എന്നത് തെറ്റാണ്. വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകുന്നതിന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴശിക്ഷ ചുമത്താവുന്നതാണ് എന്നത് തെറ്റാണ്. 250 രൂപ വീതമാണ് പിഴശിക്ഷ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 4 എന്നിവ തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 4 എന്നിവ ശരിയാണ്. തടവറകളിലെ അതിക്രമണം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ജെ.സി. ഡാനിയേൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. അഞ്ചുവണ്ണം എന്നത് എന്താണ്? വാണിജ്യ സംഘം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? തെന്മല. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിൽ എവിടെയാണ്? എറണാകുളം. പ്രാചീന തുറമുഖമായ മുസരീസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? പാലക്കാട് ചുരം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഡിലനോയ്. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി 1, 2 എന്നിവയാണ്. ശരിയായവ ക്വിറ്റ് ഇന്ത്യ, കീഴരിയൂർ ബോംബ് കേസ്, മാപ്പിള കലാപം, കാർഷിക മുന്നേറ്റം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാക്രമം. ഓപ്ഷൻ ബി ആണ്. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറായ സമരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്. സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവ തെറ്റാണ്. അത് ചട്ടമ്പി സ്വാമിയുടെ പ്രസിദ്ധീകരണമാണ്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യമുയർത്തി. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. ആഴമേറും നിൻ മനസാ മാഴിയിൽ ഞങ്ങളാകവെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം.
ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് മാപ്പിള കലാപം. പഹാരിയ കലാപം, സന്താൾ കലാപം, കോൾ കലാപം എന്നിവ ഗോത്രവർഗ കലാപങ്ങളാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പയർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, എ, ഡി എന്നിവ ശരിയാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലീൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാറ്റോണിൻ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങളാണ് ലൈക്കനുകൾ. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങളാണ് ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ശരിയാണ്. കാരണം ആൺപൂവിലെ പരാഗ രേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ്. 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണപരിധി. കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളിൽ ഏതിനാണ് സ്ഥിരതയും ലഭ്യതയും കൂടുതൽ? കാർബൺ 12. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഉത്പതനം. ഉത്കൃഷ്ടവാതകങ്ങളിൽ അല്ലാത്ത മൂലകം സിലിക്കൺ. ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ എന്നിവ ഉത്കൃഷ്ട മൂലകങ്ങളാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയെ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി 746 വാട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം റേഡിയം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്.